ഉത്തരാഖണ്ഡിലെ ചമോലിയിൽ വൻ ഹിമപാതം 57 പേർ കുടുങ്ങിക്കിടക്കുകയാണ്. BROയ്ക്ക് വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മനു ഭരത് ചേരുന്നു. മനു, ഈ പ്രദേശം സങ്കീർണമായ പ്രദേശമാണെന്ന് മനസ്സിലാകുന്നു. മഞ്ഞ് വീഴ്ച ധാരാളമുള്ള സ്ഥലമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഉത്തരാഖണ്ഡിലെ BRO ക്യാമ്പിനടുത്താണ് വൻ ഹിമപാതമുണ്ടായിരിക്കുന്നത്. അവിടെ 57 തൊഴിലാളികളാണ് ഇപ്പോൾ മഞ്ഞിൽ കുടുങ്ങിയ അവസ്ഥയിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഘട്ടത്തിലും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. വലിയ ഹിമപാതം സംഭവിച്ച പശ്ചാത്തലം അതിനോട് ചേർത്ത് വെക്കുകയും വേണം. രക്ഷാപ്രവർത്തനം അവിടെ തുടരുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ മഞ്ഞുവീഴ്ചയുള്ള ഒരു പ്രദേശമാണ്. മഞ്ഞിനാൽ മൂടിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഉത്തരാഖണ്ഡിലെ ഈ പ്രദേശം. അവിടെയാണ് ഇത്തരത്തിൽ ഇവർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത്. 57 തൊഴിലാളികൾ. മനു, വിവരങ്ങൾ. രഞ്ജിത്ത്, 57 തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് 16 പേരെ ഇപ്പോൾ രക്ഷിച്ചിരിക്കുന്നു. ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ഉത്തരാഖണ്ഡിൽ അവർ ഈ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു സ്വകാര്യ കോൺട്രാക്ടറിന് കീഴിൽ ജോലി ചെയ്യുന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. മന ഗ്രാമത്തിന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. ചിമോലി ജില്ലയിൽ ആണ് ഈ അവിടെ ഒരു ബോർഡർ സൈന്യത്തിൻ്റെ ഒരു ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ്റെ ഒരു ക്യാമ്പുണ്ട്. ആ ക്യാമ്പിന് സമീപത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ 10 അവിടെ തൊഴിലാളികളെ രക്ഷിക്കാൻ കഴിഞ്ഞു. പിന്നീട് 6 പേരെ കൂടി രക്ഷിക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ 41 പേരെ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമമാണ് നടക്കുന്നത്. കനത്ത മഞ്ഞുവീഴ്ചയും മഴയും ഉള്ളതിനാൽ അവിടെ ഹെലികോപ്റ്ററിൻ്റെ സേവനം ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. ഏതായാലും ആംബുലൻസുകൾ പ്രദേശത്ത് സജ്ജമായിട്ടുണ്ട്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉദ്യോഗസ്ഥരും അതുപോലെ SDRFിൻ്റെയും NDRFിൻ്റെയും ഇൻഡോ ടിബറ്റൻ ബോർഡർ ഫോഴ്സിൻ്റെയും ഒക്കെ സംഘങ്ങൾ പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തൻ്റെ ഈ തൊഴിലാളികളുടെ രക്ഷ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുവെന്ന് വ്യക്തമാക്കുന്നു. അവരുടെ സുരക്ഷിതമായ മടങ്ങിവരവിന് വേണ്ടി താൻ പ്രാർത്ഥിക്കുന്നുവെന്നൊക്കെ എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് കനത്ത മഞ്ഞുവീഴ്ചയ്ക്കുള്ള സാധ്യത നേരത്തെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതാണ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അതിന് സമീപ പ്രദേശങ്ങളിലുമൊക്കെ മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുള്ളതുകൊണ്ട് അവിടെ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് തന്നെ കനത്ത മഴയും അവിടെ രേഖപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പ്രദേശവാസികൾ മഞ്ഞുവീഴ്ചയും വെള്ളപ്പൊക്കവും ഒക്കെ മുൻകൂട്ടി കണ്ട് ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഈ ആളുകളെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും അധികൃതരും മുന്നോട്ട് വയ്ക്കുന്നത്. 16 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെ പെട്ടെന്ന് തന്നെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പ്രാഥമിക ചികിത്സയും മറ്റു കാര്യങ്ങളുമൊക്കെ നൽകുകയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോൾ 16 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടി വരും. വളരെ പ്രധാനപ്പെട്ട ഒരു അപകടം, വളരെ ഗൗരവതരമായ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. ഇനിയും 57-ൽ 16 പേരെ രക്ഷപ്പെടുത്തിയാൽ 41 പേർ, അല്ലേ മനു? 41 പേരെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. അതെ, 41 പേരെ കൂടി രക്ഷപ്പെടുത്താനുണ്ട്. അതിൻ്റെ ഒരു തീവ്ര ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സേനയും അർദ്ധസൈനിക വിഭാഗങ്ങളും എല്ലാം ശക്തമായി തന്നെ രംഗത്തുണ്ട്. അതാണ് സാഹചര്യം. ഏതായാലും നിർണായകമായ മണിക്കൂറുകളാണ്. നമുക്ക് അവരെ പൂർണ്ണമായും രക്ഷപ്പെടുത്താൻ സാധിക്കും നമ്മുടെ സംവിധാനങ്ങൾക്ക് എന്ന് വേണം പ്രതീക്ഷിക്കാൻ. ഉത്തരാഖണ്ഡിലാണ് വൻ ഹിമപാതമുണ്ടാവുകയും BRO ക്യാമ്പിനടുത്ത് 57 തൊഴിലാളികൾ അപകടത്തിൽപ്പെടുകയും ചെയ്തത്. അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുന്നു.